അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നല്ല അടിപൊളി ബീഫാണ് നമ്മുടെ കുക്കറിൽ കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് എന്ത് ചെയ്യാം, വേവിക്കാനായിട്ട് ഇടാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ മസാലകൾ, അതായത് മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് എണ്ണയൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് വേവിക്കാനായിട്ട് ഇടുക. ഇനി വേറൊരു പാത്രം എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തിട്ട് നല്ല രീതിക്ക് അങ്ങ് ഇളക്കി മിക്സ് ആക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വറ്റൽമുളക് ചേർക്കുക, അതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഇളക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം, ഇത് ചെറിയുള്ളിയാണ് കേട്ടോ ടേസ്റ്റ്. അതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കൂടെ ഇവിടെ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഇളക്കിയതിന് ശേഷം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുക ഇടയ്ക്ക്. എന്നിട്ട് നല്ല രീതിക്ക് ഇളക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഇത് വഴണ്ട് വരുന്നതിനാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നല്ല വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിക്ക് ഇങ്ങനെ ഇളക്കുക. ചിക്കനല്ല, ബീഫ് കേട്ടോ. ഇനി ഇതിലേക്ക് മസാലകളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ എന്താ പറയുക, ഇത് പെരിഞ്ചീരകപ്പൊടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഇളക്കുക. പിന്നെ ഈ സവോള ഇടുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് ഇതിലിങ്ങനെ സവോള കിടക്കുമ്പോൾ. നല്ല രീതിക്ക് അങ്ങ് വരട്ടിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണമോ? പുട്ടോ അപ്പോ പത്തിരിയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും. പോട്ടെ, പൊറോട്ടേൻ്റെ കൂടെ ആയിരിക്കണം ഇത് കൂടുതൽ കോമ്പിനേഷൻ, പക്ഷേ പുട്ടിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് പുട്ടുമായിട്ട് അന്നത്തെ ഡിന്നർ സൂപ്പറായിരുന്നു കേട്ടോ.